ആകെ പരിക്ക് പറ്റിയിരിക്കുന്നത് ഈ പറയുന്ന ഷാഫി പറമ്പിലിന് മാത്രമാണ്. ആ പരിക്ക് പറ്റുന്ന വീഡിയോ എന്ന നിലയിൽ നിങ്ങൾ കാണിക്കുന്നത് പോലീസിന്റെ ലാത്തി അദ്ദേഹത്തിന്റെ തലയിൽ വീഴുന്നതായി നിങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ഒരു പോലീസ് മർദ്ദനം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്ന ഷാനിബ് അടിക്കണമെന്ന് കരുതി ഒരാൾ അടിക്കുകയാണ്. അടി കൊള്ളേണ്ടത് ഷാഫിയാണെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അയാൾ എന്തി വലിഞ്ഞാണ് അടിക്കുന്നത് ബാക്കിൽ നിന്ന്. അതിനർത്ഥം ഷാഫിയെ തല്ലാൻ വേണ്ടി ഒരു പോലീസുകാരൻ തീരുമാനിച്ചു, അടി കൊണ്ടു. അതാണ് ഉണ്ടായത്. അതൊക്കെ നിങ്ങളുടെ ഒരു വിലയിരുത്തലും നിങ്ങളുടെ കാഴ്ചപ്പാടും. എങ്കിൽ ഷാനിബ് പറയാം, എന്ത് സംഭവിക്കാനാണ് സാധ്യത? ഈ പോലീസുകാരൻ വീണതാണോ ഷാഫിയുടെ മുകളിലേക്ക്? അയാളുടെ കയ്യിൽ നിന്ന് വടി വീണതാണോ, അതല്ല അയാൾ തന്നെ വീണതാണോ? എന്താ സംഭവിച്ചിരിക്കാൻ സാധ്യത? അല്ല, ഈ പോലീസുകാരനും ഷാഫിയും തൊട്ടടുത്താണോ നിൽക്കുന്നത്? അല്ല, കുറച്ച് അകലെയാണ്. അതാണ് ഞാൻ പറഞ്ഞത് എന്തി വലിഞ്ഞാണ് അടിക്കുന്നതെന്ന് പറഞ്ഞത്. അയാളുടെ ഈ പോലീസുകാരന്റെ മുമ്പിൽ ഒരു 10 or 20 ആളുകൾ പോലീസുകാരുണ്ട്, അതിനപ്പുറത്ത് UDF പ്രവർത്തകരുണ്ട്. ആ ഇതിനിടയിൽ ഒരു ഷാഫി പറമ്പിലിനെ മർദ്ദിക്കണമെന്ന് വിചാരിച്ച ഒരു പോലീസുകാരൻ അടിച്ചു എന്ന് നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? അല്ല, ഞാൻ കണ്ട കാര്യം വേറെ എന്ത് സംഭവിച്ചു ഷാനിബ് പറയുന്നത്. ഏതായാലും ഷാഫിക്ക് പരിക്കേറ്റിട്ടുണ്ട്, അത് എങ്ങനെ സംഭവിച്ചെന്നാണ് ഷാനിബിന്റെ വാദം. അതാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻ ആണ്. ഷാഫിക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, സമരങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉന്തിലും തള്ളിലും അല്ലെങ്കിൽ ലാത്തി ചാർജിലും ഗ്രനേഡ് ആക്രമണത്തിലും ഒക്കെ പരിക്ക് പറ്റാറുണ്ട്. അവിടെ ഉണ്ടായിട്ടുള്ളത് ഉന്തും തള്ളുമാണ്. പോലീസും ഈ പ്രവർത്തകരും തമ്മിലുള്ള വലിയ സംഘർഷത്തിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു പരിക്ക് പറ്റുമ്പോൾ ആ പരിക്ക് പറ്റിയതാണോ വലിയ? നിങ്ങൾ സമരത്തിന്റെ കോസ് എന്താണ്? നിങ്ങളുടെ മുദ്രാവാക്യം എന്താ? ഷാഫി പറമ്പിലിന് പരിക്ക് പറ്റുന്നത് വരെ ആ സമരത്തിന്റെ കോസ് എന്തായിരുന്നു? അത് പറയൂ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പോലീസുകാരെ നിങ്ങൾ തള്ളി പുറകോട്ട് മാറ്റാൻ? അതിനു മുമ്പ് നടന്ന പോലീസ് അതിക്രമത്തിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അവിടെയാണ് പോലീസ് അതിക്രമത്തിൽ പരിക്ക് പറ്റിയ ഒരാളുടെ പേര് പറയൂ, UDF-ന്റെ. ശരി, നമുക്ക് രാജു പി നായർ. ഒരു UDF പ്രവർത്തകന്റെ പേര് അന്ന് പോലീസ് ഈ സംഘർഷത്തിൽ ഷാഫിക്ക് മാത്രമാണ് പരിക്ക് പറ്റിയതെന്ന് ഷാനിബ്